ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ ആണ് കേട്ടോ. ഇന്ന് ഞാൻ കളർ പെൻസിൽ ഉപയോഗിച്ച് ഒരു റിയലിസ്റ്റിക് പോർട്രേറ്റ് ഡ്രോയിങ് ആണ് കാണിക്കാൻ പോകുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഷെയ്ഡിങ്ങും കളറിങ്ങും അതുപോലെ തന്നെ ഹൈലൈറ്റും എല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കണ്ടതിന് ശേഷം അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യണം. കുറച്ചു ദിവസമായിട്ട് മറ്റു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുന്ന ആളുകൾ നിങ്ങൾ ഡ്രോയിങ് നിർത്തിയോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. സത്യം പറഞ്ഞ എൻ്റെ കളേഴ്സ് എല്ലാം തീർന്നിരുന്നു. അപ്പോഴാണ് പിന്നെ ക്രാഫ്റ്റിലേക്ക് കടന്നത്. 1-2 വീഡിയോയുടെ കമൻറ്റ് കണ്ടു ഡ്രോയിങ് ചെയ്യാവോ എന്ന്. എന്നാൽ പിന്നെ അടുത്ത വീഡിയോ ഡ്രോയിങ് തന്നെ എന്ന് ഞാനും കരുതി. അപ്പോഴാണ് എന്ത് വരക്കുമെന്ന ഒരു കൺഫ്യൂഷൻ വന്നത്. ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പിക്ക് തന്നെ വരച്ചാലേ എന്ന് ഞാനും കരുതി. അങ്ങനെയാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ വരയ്ക്കാമെന്ന് ഞാനും ഉറപ്പിച്ചത്. പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ, വരയ്ക്കാൻ തുടങ്ങി. ഞാൻ വരച്ചു തുടങ്ങിയപ്പോൾ ഹസ്ബൻഡും മക്കളും എല്ലാം എന്നെ കളിയാക്കി. എന്നാൽ പിന്നെ വരച്ചിട്ട് തന്നെ കാര്യമെന്ന് ഞാനും കരുതി. അങ്ങനെയാണ് കേട്ടോ ഈ പിക്ക് സെലക്ട് ചെയ്തത്. സതീശൻ സാറിൻ്റെ ഈ ഒരു ചിരിയുടെ ക്ലിപ്പ് വെച്ച് ഒരുപാട് ആളുകൾ ഷോർട്സ് ഒക്കെ ചെയ്തത് ഞാൻ കണ്ടു. രാഷ്ട്രീയം പറയാനൊന്നും എനിക്കറിയില്ല കേട്ടോ, എന്നാലും ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതായിരുന്നു. അപ്പോൾ നമുക്കിനി കളറിങ്ങിലേക്ക് കടന്നാലോ. ഈ ഒരു പിക്ക് കളർ ചെയ്യാനായിട്ട് ഞാൻ ഡോംസിൻ്റെ കളർ പെൻസിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ ഈ ഒരു കളറാണ് കേട്ടോ, ഫേസിനോട് മാച്ച് ആയിട്ടുള്ള ഈ ഒരു കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഫേസ് മുഴുവനായിട്ടും ഒന്ന് കളർ ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു ബഡ്സ് ഉപയോഗിച്ച് നമുക്കിത് മുഴുവനായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. എവിടെയെങ്കിലും കളർ പിടിക്കാത്തതുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സ്മൂത്തായിട്ട് റെഡിയായി കിട്ടും. അതിനുശേഷം ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. നമ്മുടെ മുഖത്തിൻ്റെ സൈഡ് വശങ്ങളിലൊക്കെ ഇതുപോലെ ഒരു ഡാർക്ക് ഷെയ്ഡ് വരുമല്ലോ, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു കളർ യൂസ് ചെയ്യുന്നത്. ഈ ഒരു കളർ ഉപയോഗിച്ച് ഇതുപോലെ ഫേസിൻ്റെ ഷെയ്ഡിലൂടെ നമ്മൾ ഇതുപോലെ ഒന്നിങ്ങനെ ഷെയ്ഡ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇതുപോലെ ഓരോ മടക്ക് വരുന്ന സ്ഥലങ്ങളിലും അതുപോലെ നോസിൻ്റെ സൈഡിൽ, കണ്ണിൻ്റെ സൈഡിൽ, അതുപോലുള്ള ഭാഗങ്ങളിലൊക്കെ ഒന്ന് ഈ ഒരു ബ്രൗൺ ഉപയോഗിച്ചാണ് കേട്ടോ ഷെയ്ഡ് ചെയ്യുന്നത്. ഇനി ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗങ്ങളെല്ലാം ഒരു ബഡ്സ് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് കണ്ണും പുരികും അതുപോലെ തന്നെ മീശയും എല്ലാം വരച്ചെടുക്കാം. അതിന് ബ്ലാക്ക് ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. പുരികത്തിൻ്റെ ഒരു സൈഡിൽ നിന്നും ലൈറ്റായിട്ട് തുടങ്ങിയിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ നന്നായിട്ട് ഡാർക്കിൻ ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ ഞാനിത് ഷെയ്ഡ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ചെയ്തെടുത്താൽ മതി, വളരെ സിമ്പിളാണ്. ഇങ്ങനെ പുരികവും കണ്ണും എല്ലാം ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീശ വരച്ചു തുടങ്ങാം. സതീശൻ സാറിൻ്റെ മീശ വരച്ചു തുടങ്ങിയപ്പോഴാണ് കേട്ടോ എനിക്ക് ഇതൊരു പോർട്രേറ്റ് ആയിട്ട് തോന്നിയത്. ഈ ഒരു സ്മൈല് സെറ്റ് ചെയ്യാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ. ഒരുപാട് ടൈം പിടിച്ചു അതേപോലെ ആയി വരാൻ. സാധാരണ കാണുന്ന ഒരു പിക്ക് പോലെയല്ലോ ഇത്. ഈ ഒരു ചിരി അതുപോലെ ഒപ്പിയെടുക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പിക്ചർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണേ. അടുത്തതായിട്ട് നമുക്ക് ഹെയർ വരച്ചു കൊടുക്കാം. ഇതുപോലെ ജസ്റ്റ് സൈഡിലൂടെ ഒന്ന് ലൈറ്റ് ഷെയ്ഡായിട്ട് ആദ്യം ചെയ്ത് കൊടുക്കാം.
ഇനി അതിൻ്റെ മുകളിലൂടെ ഒന്നുകൂടെ ഡാർക്കിൻ ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോഴാണ് കറക്റ്റ് മുടിയുടെ ആ ഒരു കളറ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഇതുപോലെ ഒരു പേപ്പർ ഇങ്ങനെ വെച്ചതിന് ശേഷം കൈ അവിടെ കുത്തി കൊടുക്കാം കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ ചെയ്ത കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെൻഡ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലെ വെച്ചതിന് ശേഷം മുകൾ ഭാഗം നമുക്ക് മുടിയൊക്കെ ഒന്ന് വരച്ചെടുക്കാം. എനിക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. മക്കളൊക്കെ സ്കൂളിൽ പോയി ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ചെയ്യുന്ന പരിപാടിയാണ് ഇതൊക്കെ. ആ സമയത്ത് ഒന്നിക്ക് ഡ്രോയിങ്ങോ അതല്ലെങ്കിൽ ക്രാഫ്റ്റ് വർക്കോ, അതുമല്ലെങ്കിൽ പിന്നെ ഞാൻ മുറ്റത്തെ ചെടികളോടൊപ്പമായിരിക്കും ഉണ്ടാവുക. പിക്ചറിൽ കാണുന്നത് പോലെ ഇദ്ദേഹത്തിൻ്റെ ഷർട്ട് ഞാൻ വൈറ്റ് കളറാണ് കേട്ടോ കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കളർ മാറ്റാം. ബാക്ക്ഗ്രൗണ്ട് പെയിൻറ് ചെയ്യാനായിട്ട് അക്രിലിക് കളറിലെ ഡാർക്ക് ബ്ലൂവിലേക്ക് വൈറ്റ് മിക്സ് ചെയ്ത് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ളായിട്ട് കളർ ചെയ്തെടുക്കാം. ഇന്നത്തെ ഡ്രോയിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള മോട്ടിവേഷൻ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എങ്ങനെയുണ്ട്? സെറ്റല്ലേ? ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.